ആവശ്യത്തിന് പോലും സംസാരിക്കാതിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ വളരെ ഗൗരവമുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവിടെ 2 മക്കൾ. ഈ ഞാൻ സ്ഥിരമായി പറഞ്ഞ ഇവരുടെ വിഷയങ്ങളൊന്നും ഒരിക്കൽ പോലും ഈ സർക്കാർ അതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ വിഷയമില്ലായ്മ തന്നെയാണ് ആശാ വർക്കർമാരുടെ വിഷയത്തിൽ ഇവർ കാണിക്കുന്നത്. നമുക്ക് വിഷയമേ അല്ല. ജഡേരിയാൻ കയറിയിട്ട് പറയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് തോറ്റമ്പി നാശകോശമായ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. ഈ പി ദിവ്യ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട, അത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരാള് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഇത്രയും വലിയ അധികാരം അവർക്ക് സ്ഥാപിക്കാൻ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പവർ എവിടെ നിന്നാണ് ആ സാധനം വരുന്നത്? ഇതാണ് വാസ്തവത്തിൽ ജനാധിപത്യ കേരളം, നീതി ആഗ്രഹിക്കുന്ന മനുഷ്യർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത്. നമസ്കാരം. 2ാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ കേവലം 1 വർഷം മാത്രം പിന്നിൽ നിൽക്കെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സ്വന്തം സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ മത്സരിപ്പിച്ചെങ്കിലും നിലമ്പൂർക്കാരനായ സ്വരാജ് അതിദയനീയമായി അവിടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച് കയറിയത്. 9 വർഷക്കാലമായി നിലമ്പൂരിൻ്റെ ഭാഗധേയമായിരുന്ന PV അൻവർ MLA ഈ കുറിയും മത്സരിക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ ക്യാമ്പിൽ നിന്നും തെറ്റിപ്പിറഞ്ഞ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിൻ്റെ തൊട്ട് പുറകെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത്. എന്നാൽ PV അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടർ അല്ല എന്ന് പറഞ്ഞിരുന്ന ഇടതുപക്ഷം PV അൻവറിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിണറായി വിജയൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്, ഈ തെരഞ്ഞെടുപ്പ് ഏതു വിധേനയും ജയിക്കേണ്ടത് തൻ്റെ അഭിമാന പോരാട്ടമാണ്, അഭിമാന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് CPMൻ്റെ സംസ്ഥാന സമിതി അംഗമായ എം സ്വരാജിനെ തന്നെ കളത്തിലിറക്കിയത്. എന്നാൽ 11,000 ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സ്വരാജിനെ അവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥി പിന്നിലാക്കിയത്, തോൽപ്പിച്ചത്. ഇതിനുശേഷം ചേർന്ന CPMൻ്റെ സംസ്ഥാന സമിതിയിൽ പാർട്ടി സെക്രട്ടറിയായ MB ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദൻ നടത്തിയ ഒരു പത്രപ്രസ്താവനയാണ്, ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് CPMനെയും പിണറായി വിജയനെയും എം സ്വരാജിനെയും എല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നത്. പല കാലങ്ങളിലും CPM RSSുമായി ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ട്, ചില തിരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല തിരഞ്ഞെടുപ്പിലും പരസ്പര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഒരു വാർത്തയാണ് MB ഗോവിന്ദൻ അഭിമുഖത്തിൽ നൽകിയിരുന്നത്. പിന്നീട് MB ഗോവിന്ദൻ ഇതൊട്ടും നിഷേധിക്കുകയും ചെയ്തില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, അത് ഞാൻ നിഷേധിക്കില്ല, പറഞ്ഞത് തന്നെയാണ് എന്നാണ് MB ഗോവിന്ദൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ RSS ബന്ധം ശരിയായിരുന്നു, ഒരു കാരണവശാലും അത് നുണയല്ല, തൻ്റെ ഭാവനാ സൃഷ്ടിയല്ല, താൻ പറഞ്ഞത് ഇനി എത്രയൊക്കെ സമ്മർദ്ദം പാർട്ടിയുടെ ഏത് കോണിൽ നിന്നുണ്ടായാലും താനത് പിൻവലിക്കില്ല എന്നുകൂടി MB ഗോവിന്ദൻ എടുത്തു പറഞ്ഞു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, അതായത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ മുണ്ടുമാറി റെഡിയാകുന്നതിനിടയിലാണ് MB ഗോവിന്ദൻ്റെ ഇത്തരം വിവാദപരമായ ഒരു പരാമർശം CPMനെ പരാജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPMൻ്റെ സംസ്ഥാന സമിതിയിൽ കൃത്യമായി തന്നെയാണ് MB ഗോവിന്ദനെതിരെ കണ്ണൂരിലെ സിംഹം എന്നറിയപ്പെടുന്ന P ജയരാജൻ അടക്കമുള്ള ആളുകൾ ആഞ്ഞടിച്ചത്. പാർട്ടിയിലെ ഒരു സാധാരണ അംഗം പോലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് MB ഗോവിന്ദൻ നിരുത്തരവാദിത്വപരമായി പറഞ്ഞത് എന്നാണ് P ജയരാജൻ MB ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. MB ഗോവിന്ദനെ ഇതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശാസിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ മൈക്ക് കാണുമ്പോൾ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ പാടില്ല എന്നാണ് പിണറായി വിജയനും പറഞ്ഞത്. ഫലത്തിൽ CPMൻ്റെ സംസ്ഥാന സമിതിയിൽ MB ഗോവിന്ദൻ ഒറ്റപ്പെടുകയായിരുന്നു. നിലമ്പൂർ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം MB ഗോവിന്ദനാണ്, MB ഗോവിന്ദനാണ് സ്വരാജിനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് CPMൻ്റെ സംസ്ഥാന സമിതിയിൽ വാക്കേറ്റം പോലെ ഉണ്ടായത്.
ഒടുവിൽ എം വി ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. താൻ നീതിക്ക് നിരക്കാത്തതൊന്നും പറഞ്ഞിട്ടില്ല, താൻ പറഞ്ഞ വാക്കുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു. ഇതിന്റെ പേരിൽ ഇനി എന്ത് ഭവിഷ്യത്തുണ്ടായാലും താനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന മട്ടിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചത്. അതായത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ വാക്കുകളോ പ്രവൃത്തി കൊണ്ടോ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് പരാജയം ഉണ്ടായിട്ടില്ല, താൻ സത്യമായ വസ്തുതകളാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പാർട്ടി നേരത്തെ രൂപീകരിച്ചിട്ടുള്ള നയങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങൾ മാത്രമാണ് താൻ വ്യക്തമാക്കിയത് എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ CPM-ന് ഒരു കാലത്തും RSS-ഉമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് കണ്ണൂരിലെ നേതാവായ P. ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആണയിട്ട് പറയുമ്പോൾ എം വി ഗോവിന്ദനാണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ P. ജയരാജനാണോ നുണ പറയുന്നത് എന്നുള്ളതായിരുന്നു സംശയം. എന്തായാലും CPM-ന്റെ സംസ്ഥാന സമിതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിലയിരുത്തലിൽ എം വി ഗോവിന്ദനെതിരെ എല്ലാവരും ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയ ചിന്തകനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി കണ്ണൂരിൽ അറിയപ്പെട്ടിരുന്ന ഗോപാലൻ മാസ്റ്റർ എന്ന് പറയുന്ന വിപ്ലവ സിംഹത്തിൻ്റെ മകനുമായ പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് ഇങ്ങനെയാണ്: എം വി ഗോവിന്ദന് അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾ ഇനി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരരുത്. ആ പാർട്ടി സെക്രട്ടറിയുടെ കസേര മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോരണം. അതാണ് എം വി ഗോവിന്ദൻ ചെയ്യേണ്ടത് എന്നാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത്. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടി ഈ പാർട്ടിയിൽ ഇയാൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്? അതുകൊണ്ട് ആ പാർട്ടിക്കോ അയാൾക്കോ എന്താണ് ഗുണം എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പാണ്ഡ്യാല ഷാജി തുറന്നടിക്കുമ്പോൾ CPM-ന് അകത്ത് രൂഢാമൂലമായി കൊണ്ടിരിക്കുന്ന അന്തഃചിത്രങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കുന്ന പാർട്ടി, അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന പാർട്ടിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ പാർട്ടി ഘടകങ്ങൾ ഇത്തരത്തിലുള്ള അവിശ്വാസങ്ങളും അല്ലെങ്കിൽ അപ്രിയകരങ്ങളായ സത്യങ്ങളും വിളിച്ചു പറയുമ്പോൾ അതൊരു പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത്. ഒരുപക്ഷെ അത് എം വി ഗോവിന്ദന്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ കലാശിച്ചേക്കാം. പിണറായി വിജയൻ ഇനി ഒറ്റയ്ക്ക് ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ ഇറങ്ങിപ്പോന്നാലും അതിശയിക്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒരു മൗഢ്യം എം വി ഗോവിന്ദൻ കാണിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ CPM-നകത്ത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ശക്തമായ ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു. കണ്ണൂരിലെ സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ പുറത്തു നിൽക്കുന്ന P. ജയരാജൻ എന്ന പഴയ CPM-ന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാക്കൾ പോലും എം വി ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ എം വി ഗോവിന്ദൻ ഇനി എത്ര നാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരിക്കാൻ പറ്റും, ആ കസേരയിൽ അമർന്നിരിക്കാൻ പറ്റും എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. എം വി ഗോവിന്ദൻ പിണറായി വിജയന് രാജി സമർപ്പിച്ച് ഇറങ്ങിപ്പോരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളിലേക്ക്. മനുഷ്യൻ നീതി പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്നാണ്? ഇവിടെയാണ് വാസ്തവത്തിൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ അവർ ഇന്നേ വരെ ഒരു വാക്ക് പോലും വഴിവിട്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ അനാവശ്യമായി അല്ലെങ്കിൽ ആവശ്യത്തിന് പോലും സംസാരിക്കാതിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ വളരെ ഗൗരവമുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവിടെ 2 മക്കൾ. ഈ ഞാൻ സ്ഥിരമായി പറഞ്ഞത് ഇവരുടെ വിഷയങ്ങളൊന്നും ഒരിക്കൽ പോലും ഈ സർക്കാർ അതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ വിഷയമില്ലായ്മ തന്നെയാണ് ആശാവർക്കറുമാണ് വിഷയത്തിൽ ഇവർ കാണിക്കുന്നത്. നമുക്ക് വിഷയമേ അല്ല. ജഡേരി ഞാൻ കയറിയിട്ട് പറയാണ്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് തോറ്റമ്പി നാശകോശമായ ഘട്ടത്തിൽ സത്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. ഈ ആശാവർക്കർമാരുടെ വിഷയത്തിനകത്ത് ഇത് ഇടയ്ക്ക് പറയുന്ന ആ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഇനിയെങ്കിലും ദുരഭിമാനവും അഹന്തയും പിടിഞ്ഞ് ഈ നിലവിളിക്കുന്ന ആശാവർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിരുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ലല്ലോ. എപ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് എപ്പോഴാണ് വരിക? ഇവിടെയും ഇത് തന്നെയാണ് വരുന്നത്. ഈ സാധനം വേണ്ടതില്ല കോടതി സർക്കാർ അങ്ങ് തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ട് സർക്കാർ തീരുമാനിക്കുന്നു? ഇത് വാസ്തവത്തിൽ കേരളത്തിനകത്ത് വളരെ ഗൗരവതരമായ എഡ്യൂക്കേഷൻ ഉണ്ടാവേണ്ടതാണ്. എങ്ങനെയാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു സർക്കാരിന് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നത്? ഈ തീരുമാനമെടുക്കാൻ മാത്രം എവിടെയാണ് ഈ PP ദിവ്യ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട, അത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരാള് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഇത്രയും വലിയ അധികാരം അവർക്ക് സ്ഥാപിക്കാൻ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പവർ എവിടുന്നാണ് ആ പവർ? വേർ ഡസ് ഇറ്റ് കം ഫ്രം? എവിടുന്നാണ് ആ സാധനം വരുന്നത്? ഇതാണ് വാസ്തവത്തിൽ ജനാധിപത്യ കേരളം, നീതി ആഗ്രഹിക്കുന്ന മനുഷ്യർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത്.